ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിലാണെങ്കിൽ നമ്മുടെ വിക്രമാണെങ്കിൽ അങ്ങനെ തൻ്റെ തന്നെ മകളെ നോക്കാനായിട്ട് തൻ്റെ തന്നെ മകൾക്ക് ബോഡി ഗാർഡായിട്ട് വരാനായിട്ട് ഒരുങ്ങുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇവിടെ തരുണാണെങ്കിൽ വേദയോട് പറയുന്നുണ്ട് തൻ്റെ തീരുമാനത്തിൽ വേദ ഇടയ്ക്ക് കയറേണ്ടതില്ല എന്നും തനിക്കറിയാം തൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമെന്നും അറിയാമെന്നും തൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ താനിപ്പോൾ തൽക്കാലം തീരുമാനമെടുത്തോളാമെന്നും തൻ്റെ തീരുമാനം വേദയെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് കുഞ്ഞിനെ ഇവിടെ നിർത്താനും നമ്മുടെ വിക്രത്തെ ബോഡി ഗാർഡായിട്ട് നിയമിക്കാനും ഒരുങ്ങുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് മകളുടെ അടുത്തേക്ക് വിക്രം വന്നെത്തുകയാണ്. നമ്മുടെ വിക്രത്തെയാണെങ്കിൽ മകള് വേറൊരു പേര് പറഞ്ഞാണ് വിളിക്കുന്നത് കേട്ടോ. തന്നെ ഭീഷണിപ്പെടുത്താനും തന്നെ പേടിപ്പിക്കാനും ഒക്കെ വരുന്ന ഒരു കഥാപാത്രമായി തന്നെ വിക്രത്തിൻ്റെ ഇൻട്രോ. ഇതേ സമയം വിക്രവും മകളും പെട്ടെന്ന് തന്നെ അടുക്കാനായിട്ട് തുടങ്ങുകയാണ് എന്ന് കാണാൻ കഴിയും. മകളുടെ എല്ലാ തോന്നിവാസത്തിനും, അതായത് കളികൾക്കും ചിരികൾക്കും എല്ലാത്തിനും പറച്ചിലിനും ഒക്കെ വിക്രം അനുസരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് കാണാം. അങ്ങനെ നമ്മുടെ വിക്രവും മകളും ഒന്നിക്കുകയാണ്. എങ്കിലും മകളുടെ മനസ്സിലാണെങ്കിൽ വിക്രത്തിയുടെ ഒരു ഭയവുമുണ്ട്, ഒരു പേര് പറയുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വേദയും വിക്രവും സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണോ എന്നൊരു കാഴ്ചയും കാണാൻ കഴിയും.